ഹലോ എവരി വൺ. നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫ്യൂച്ചർ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ടിലെ നോ യുവർ ലാൻഡ്. നോ യുവർ ലാൻഡ് എന്ന ആപ്പ് ഒരു സ്ഥലത്ത് എന്തെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ്. എന്തെല്ലാം നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ, CRZ മേഖലയിൽ ഉൾപ്പെടുന്നതാണോ, റെയിൽവേ ലൈനിൽ നിന്നും എത്ര ദൂരമുണ്ട്, എയർപോർട്ട് സോണാണോ, ലാൻഡ് സ്ലൈഡിംഗ് മേഖലയിൽ ഉൾപ്പെടുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഏതൊക്കെ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് NOC ആവശ്യമുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് കേരള സർക്കാർ IKM ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ 2024 ലോഞ്ച് ചെയ്തതാണ്. ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോവുക, കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് കെ സ്മാർട്ടിൻ്റെ ആദ്യത്തെ ഇത് കാണാം, ആപ്പ് കാണാം. അതുപോലെ തന്നെ താഴെ പോയി കഴിഞ്ഞാൽ നോ യുവർ ലാൻഡ് എന്നുള്ള ആപ്പ് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. നോ യുവർ ലാൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ സെലക്ട് യൂസർ എന്ന് കൊടുക്കുക. അതിൽ സിറ്റിസൺ ആൻഡ് ഓർഗനൈസേഷൻ, അതിൽ നമ്മൾ സിറ്റിസൺ ക്ലിക്ക് ചെയ്യുക. ഓർഗനൈസേഷൻ എന്നുള്ളത് എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ ലൈസൻസുകൾക്കും ഉള്ളതാണ്. നമ്മൾ സിറ്റിസൺ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം മൊബൈൽ നമ്പർ, അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് OTP പോകും. ഇൻ കേസ് നിങ്ങൾക്ക് OTP പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ലോഗിൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം സിറ്റിസൺ ലോഗിൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ ഉപയോഗിക്കുക. ആ നമ്പർ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം OTP വെരിഫൈ ചെയ്യുക. സിറ്റിസൺ ലോഗിനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോ യുവർ ലാൻഡ് എന്നുള്ള ഒറ്റ ഓപ്ഷൻ വരും. അത് നമ്മൾ നോ യുവർ ലാൻഡ് എന്നുള്ള ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എഗ്രി കൊടുക്കുന്നു. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും നമ്മളുടെ മാപ്പ്. അതിൽ നമ്മൾ താഴെ പോയി കഴിഞ്ഞാൽ ഇതിലൂടെ കാണുന്ന ഒന്ന് എൻ്റർ ചെയ്യുക. GPS ബട്ടൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ